എന്തുണ്ടോന്ന് ഓറിയന്റേഷൻ തല കുത്തന വീഡിയോ ഒന്നുണ്ടാവുക. ഇങ്ങനെ ഇടുമ്പോ ഓരോന്നായിട്ട് ഇങ്ങനെ പഠിച്ചു തരും. പന്നിക്കോട് എത്തിയ നഷ്ടം കേട്ടോ. തന്നെ എത്തുക. അല്ല ഈ കാറ് പോണോക്കണം കേട്ടോ. ഇല്ല പോവും. ഇത് ഗൂഗിൾ കാണിച്ചെന്ന വഴിയാ. ഗൂഗിൾ റോങ് വേ അങ്ങനെ കാണിച്ചിരുന്നില്ലേ? അല്ലല്ല ഇതൊരു വഴിയാണ്. അല്ല ഡിസ്റ്റൻസ് ചിലപ്പോ കുറഞ്ഞിട്ട് എത്ര ഇതിലോട്ട് പോവുകയാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഡിസ്റ്റൻസ് കുറവെന്തെങ്കിലും ഉണ്ടാവും മിക്കവാറും. ഡിസ്റ്റൻസ് കുറവുണ്ട് ഒരിക്കലും ഇല്ല. ശരിക്ക് ഇല്ല. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നല്ലോ. നമ്മൾ ആ ചായപ്പൊടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ? ഒരു ടൈപ്പ് ഗ്ലാസ് ഉണ്ട് നിങ്ങൾക്കറിയാം. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ണ് ഇതാവാതെ ഒരു ടൈപ്പ് കണ്ണടാണ്. അതില് പിന്നെ ഇങ്ങനെ ഒരു എന്തോ വെള്ള വാട്ടർ അങ്ങനെ എന്തോ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും റീഡ് ചെയ്യാൻ പറ്റും. അഡ്വഞ്ചർ അല്ലേ? നികോഷ് ഭായി, ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അവർ 10-ാം തീയതി നമ്മളെ ആ റെക്കോർഡ് മാനേജർ എത്തുള്ളൂ. അതിന് ശേഷം പ്രതികരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവർ വെയിറ്റ് ചെയ്യണ്ട. നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ. 10-ാം തീയതിക്ക് ശേഷം ഞാൻ നിങ്ങളെ വിളിക്കാം. ഓക്കെ. അത് നോക്കി ചെയ്യാം. ശരി. ഫോൺ ഇവിടെ വെക്കണോ? യെസ്, ഇവിടെ നിറച്ച ആളുകളില്ല. എന്താ ഇങ്ങനെ വഴി വരുന്നത്? ഇങ്ങോട്ടാണോ? അല്ല, നേരെ കാണിക്കണേ. ഇത് പുതിയ വഴിയായിരിക്കും. സ്ട്രൈറ്റ് പോയിട്ട് അത് നമ്മള് പഴമ്പറമ്പ് വഴി വേറെ വഴിയുണ്ട്. അല്ല, പഴമ്പറമ്പില്ലേ? ആ വഴി പോണ്ടല്ലോ. അല്ല, ഇത് പറയണതിലൂടെ ഇവിടെ അല്ലേ? ഒരു അറിവായിക്കോട്ടെ. അതിലൂടെ വഴിയുണ്ടോ? പഠിക്കാനും പറ്റില്ല അതിലൂടെ വഴിയുണ്ടോന്നുള്ള. ഇതിലാണ് നമുക്ക് പോണറില്ല. കൊണ്ടോട്ടി ഓർമ്മല്ലേ? കടലുണ്ടിയിലേക്കോ? പിന്നെ ഇതില് വേറെ ഒരുപാട് റോഡൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇതിലൂടെ എടുപ്പിക്കണേ. എടവണ്ണപ്പാറ നേരെ എടുപ്പിക്കും അല്ലേ? വണ്ടി മോനെ, അതിലെ സോഫ്റ്റ്വെയറുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫയലൊന്നുമില്ല ആ ഡിസ്കില്. എവിടെയല്ല ഇപ്പൊ? അതിലുണ്ടാവുമെന്ന് ഞാൻ എടുത്തുതരാനേനി. ഞാൻ കണ്ടില്ല. എല്ലാം അതിലുള്ള സോഫ്റ്റ്വെയർ സാധനമാണ് കാണിക്കുന്നത്. നമ്മുടെ എനിക്ക് സോഫ്റ്റ്വെയർ സാധനമൊന്നുമല്ല. അതിലുള്ള കുറച്ച് ഫയല് പ്രധാനപ്പെട്ട അതേന് കിട്ടണ്ടി. എവിടെ? വെള്ളജി വന്നിട്ടാക്ക ഞാൻ കണക്ട് ചെയ്ത്. ശനിയാഴ്ച വരൂലേ? ഉണ്ടാവട്ടെ. ഞാൻ കണ്ടില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ശരി. തറല്ല, ബിൽഡിംഗ് തന്നെ ഉണ്ട്. തേക്കാണ്ടിനി
കോംപ്ലക്സ് പോലെ അവരുണ്ടാക്കല്ലേ? അടിയിൽ മുകളിൽ കോംപ്ലക്സ് ഉണ്ട്. അത് നല്ലതാണ് നമ്മുടെ സ്റ്റാഫിനൊക്കെ താമസിക്കും. ഈ 3 ഷട്ടർ ഫസ്റ്റിലെ ഇങ്ങനെ നല്ല ബിസിനസ്. അവിടേക്ക് വ്യൂ ഉണ്ടോ? വ്യൂലല്ല, ഇത് പാർക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്താ മോം ടു ബി ആ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പൊ വ്യാപകമായിണ്. അതൊക്കെ ചെയ്യാനുള്ള സ്ഥലമാണ്. ആ വ്യൂ കിട്ടുന്ന സ്പോട്ട് ഉണ്ട് അതില് പുറത്തേക്കുള്ളല്ലേ? അത് ഏറ്റവും മുകളിൽ കിട്ടും. മുകളിൽ കിട്ടും. അത് വേണം. ഏറ്റവും മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കണ്ടേ? അത് വേണം. അങ്ങനത്തെ ആളുകൾക്ക് മുകളിലേക്ക് പോവാം. ഇവിടുന്ന് ഒരു കപ്പി, എന്നിട്ട് സാധനങ്ങൾ അങ്ങനെ വലിക്കുമ്പോൾ കറക്കുമ്പോൾ മുകളിലെത്തും. ചായയും സാധനങ്ങളൊക്കെ ആരായിരിക്കും അല്ലേ? ഇതിപ്പോ ടൈല് പോലെ പുല്ല് കിട്ടാണ്ട്. അല്ല, അവിടങ്ങളില് എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, എല്ലാ വീട്ടിലും എല്ലാ സ്ഥലത്തും പുല്ലുണ്ടല്ലോ. അല്ലെങ്കിൽ ഇതേപോലെ ചെമ്മണ്ണായിരിക്കുമല്ലോ. അല്ല, അതിന് കാരണം മഞ്ഞും ജലാംശമുള്ളല്ലേ? ഉണ്ടാകുമ്പോ സ്വയം വളരും. നമ്മളിത് മഴക്കാലം മൊത്തം കണ്ടില്ല, പച്ചപ്പുണ്ടാവുമല്ലോ. 3 മാസം. അതാണ് കാരണം. അതുകൊണ്ടാണ് എനിക്ക് അവിടെയൊക്കെ വരാൻ താല്പര്യം. ചൂടും പുകയും, ഇവിടെയും ചൂടാ, ഗൾഫിലും ചൂടാ. സത്യമാണ്. അവിടെ നിന്ന് പോയപ്പോ എനിക്ക് ഒരു ദിവസം ഭയങ്കര നെഗറ്റീവ് ഫീല്. കാരണം ഫുള്ള് കാണുന്ന ഈ ചൂടും. എവിടെ പോയപ്പോ? ഖത്തറില്. എനിക്ക് മടുത്ത്. ദുബായ് തന്നെ മൊത്തം. നമ്മളെ ഏറെക്കുറെ ഒരുപാട് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തകള്. എല്ലാത്തവർക്കും എന്താ പൈസ ഉണ്ടാക്കാനായിട്ടൊരു ജീവിതം. എന്നോട് ആരോ പറഞ്ഞു, എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നൂടെ, പൈസ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ. ഇത് അല്ല, ഓരൊക്കെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പൈസ ഉണ്ടാക്കല. എനിക്ക് സന്യാസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ ഗ്രൂപ്പിൽ ഇതേപോലെ ഒരു വീഡിയോ ഷെയർ ചെയ്ത ഒരു ഡയറക്ടർ, ഇവിടെ വേറെ ഡയറക്ടേഴ്സും ഉണ്ട്. അവിടുത്തെ ഒരു നാട്ടുകാരിയാണ്. ആരാ തന്നെ ഒരു സന്യാസി പോലെ ഒരു മൊട്ട അങ്ങനെ പറയണല്ലേ, ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, അതാണ് ഇതാണ്. അല്ല, ഒരു മൊട്ട കാവി ഇട്ടിട്ടുള്ള. അപ്പൊ അയാള് ടിക്ടോക്കിലൊക്കെ കാണാൻ അധികം. ഞാൻ തിരിച്ചയച്ചത് അയാൾക്ക് എന്തും പറയാം. അയാൾക്ക് ഫുഡ്, കിടക്കാനൊരു ഷെൽട്ടർ മതി. നമുക്ക് അങ്ങനെയല്ല. അല്ല, അയാളൊക്കെ വലിയ സമ്പന്നനാ. അവർക്ക് പിന്നെ യൂട്യൂബ് വരുമാനം ഉണ്ടാവുന്നല്ലോ. ഇതൊരു കുറച്ച് യങ് ആയിട്ടുള്ള ഒരു തന്നെയാണ്. അല്ല, യങ് എന്ന് പറഞ്ഞൊരു മൊട്ട സന്യാസി. മറ്റേ യോധയിലെ ചെറിയ കുട്ടിയില്ല, അതിന്റെ വലുത് അക്കോസോട്ടോന്റെ വലുത്. യോധൊന്നും ആ സമയത്ത് ക്ലിക്ക് ആയിട്ടില്ലല്ലോ. തിയേറ്ററിൽ പോയിട്ട് കണ്ടത്? ആ സമയം തിയേറ്ററിൽ പോയിട്ട് കണ്ടത്.